ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോമ്പിന്റെ 39-ാം ദിവസമായ ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്ന വിഷയം സ്വാതന്ത്ര്യം ആത്മഫലത്തിനായി എന്നതാണ്. അതിനെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഗലാത്യർ 5:13 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളൊരു പ്രധാന സത്യമാണ് പറയുന്നത്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം പാപത്തിനായി ഉപയോഗിക്കരുത്, മറിച്ച് സ്നേഹത്തോടെ ഒരുവൻ മറ്റൊരുത്തനെ സേവിക്കണം. വചനം 14 നമ്മോട് ഇപ്രകാരം പറയുന്നു: നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാം. സ്നേഹമാണ് ദൈവത്തിന്റെ കൽപ്പനകളുടെ സംഗ്രഹം. സ്നേഹമുള്ളിടത്ത് കലഹവും ഉണ്ടാവുകയില്ല. പൗലോസ് തുടർന്ന് 2 വഴികളെ കുറിച്ച് പറയുന്നു. 1. ശരീരത്തിന്റെ പ്രവൃത്തികൾ: അശുദ്ധി, അസൂയ, കോപം, വഴക്ക്, വിഭജനം തുടങ്ങിയവ. ഇവ മനുഷ്യനെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ്. 2. ആത്മാവിന്റെ ഫലം. പക്ഷെ ആത്മാവിൽ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ഇവയാണ്: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, സ്വയം നിയന്ത്രണം. ഇവ നിയമം കൊണ്ടല്ല വരുന്നത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമാണ്. പഴയ സ്വഭാവത്തിന് വിട്ട് പുതിയ ആത്മീയ ജീവിതം സ്വീകരിക്കുകയാണ്. അവസാനമായി പൗലോസ് നമ്മോട് പറയുന്നു: നാം ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിൽ നടക്കുകയും ചെയ്യണം. പ്രിയ സഹോദരങ്ങളെ, ഒരു വൃക്ഷം അതിന്റെ ഫലങ്ങളല്ല അറിയപ്പെടുന്നു. അതുപോലെ നമ്മുടെ ജീവിതം ആത്മാവിന്റെ ഫലം പ്രകടമാക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നമുക്ക് സ്നേഹത്തോടെ ജീവിക്കാം, ആത്മാവിൽ നടക്കാം, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കാം. ഏവർക്കും ഒരു അനുഗ്രഹീത നോമ്പ് കാലമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.